തൃശൂർ പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് രണ്ടുപേർക്ക് പൊള്ളലേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ നടന്ന അപകടത്തിൽ വീടിനും ഗൃഹോപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. പരിക്കേറ്റ ബിന്ദു, അശോകൻ എന്നിവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? എപ്പോഴായിരുന്നു ഈ സംഭവം? നില ഗുരുതരമാണ്. സാരമായ പരിക്കുകൾ ഇവർക്ക് 2 പേർക്കും ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നമ്മളെ അറിയിക്കുന്ന വിവരം. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പൊന്നാമ്പേടി വീട്ടിൽ ബിന്ദുവിന്റെ വീട്ടിലാണ് അപകടം നടന്നത്. ബിന്ദുവിന്റെ വീട്ടിൽ ഗ്യാസ് സർവീസ് ചെയ്യാൻ ഏജൻസിയിലെ ജോലിക്കാരനായ അശോകൻ എത്തുകയും ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തതിന് പിന്നാലെ വാതക ചോർച്ചയുണ്ടായതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു. വീട്ടിലെ ഗൃഹോപകരണങ്ങൾക്കും വീടിനും സാരമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന അശോകന്റെയും ബിന്ദുവിന്റെയും അടക്കം മൊബൈൽ ഫോണുകളും പൊട്ടിത്തെറിച്ചു അപകടത്തിൽ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വലിയ ശബ്ദത്തോടു കൂടിയാണ് പൊട്ടിത്തെറിയുണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ അയൽവാസികളും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തൃശ്ശൂരിലെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആദ്യം എത്തിച്ച പരിക്കേറ്റവരെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്ക് സാരമുള്ളതാണ് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അഖില. ശരി, തൃശൂർ പുതുക്കാട് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് 2 പേർക്ക് പൊള്ളലേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.